ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വന്നതിന് ശേഷം നടത്തിയാൽ മതി. സെക്രട്ടറിയുടെ മുന്നിലെ ധർണയോ അത് കുഴപ്പമില്ല, ഞാൻ ഇപ്പം വരും. ഞാനിവിടെ സ്കൂളിൽ കൊച്ചിന്റെ PTA മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. അല്ല എച്ചമ്മ എവിടെ? പറയാതിരിക്കുക നല്ലത്. നമ്മളെവിടെ വിളിച്ചു വരുത്തിയിട്ട് അവരെങ്ങോട്ടൊക്കെ പോയി നടക്കുന്നു. പിള്ളേരെ നിങ്ങളൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ട്. കഷ്ടമാണ്. ലേറ്റ് ആയല്ലേ? ടീച്ചറെ എത്ര സമയമായിട്ട് ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്. അല്ലേ, ശിശുദിനത്തിനായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതെല്ലാം ഒന്ന് കഴിഞ്ഞപ്പോ കുറച്ച് ലേറ്റ് ആയി. മക്കളെ, ഈ പിള്ളേരെല്ലാരും ക്ലാസ്സിൽ കയറി ഇരിക്കും കേട്ടാ. സാർ എന്താ സാർ ഇത്രയും താമസിച്ചത്? പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ സമയമായില്ലേ? അതിന് ഉച്ചക്കല്ലേ ചോറ് എത്ര മണിയായി നോക്ക്. എന്റെ ടീച്ചറെ, എനിക്ക് ദേഷ്യം വരികയാണ്. ഞാൻ എവിടെയൊക്കെ തെണ്ടിട്ടെന്നറിയാം ഇത്രയും സാധനം കിട്ടിയത്. എന്തൊക്കെ കിട്ടി? ഇപ്പം 3 തേങ്ങയും ഒരു 4 പപ്പായയും കിട്ടിയിട്ടുണ്ട്. മതി മതി മതി. ഈ പപ്പായ എടുത്തൊരു തോരൻ വെക്കണം. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ എടുത്തിട്ട് ഒരു സാമ്പാർ അങ്ങ് ഉണ്ടാക്ക്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു ആയ വല്ല ആകണം. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഡ്രിൽ സാറാണ്. എനിക്കൊരു നിലയമ്പലയെ കൊണ്ട് അറിയാം. ശരി, അപ്പൊ ഞാൻ ഇവിടുത്തെ ആരാണ്? ആണല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ 1 കിറ്റ് അരിയും കുറെ വിറകുമായിട്ടാണ് രാവിലെ വന്നത്. ഇപ്പൊ ഞാൻ ചോറ് വാർത്തിട്ടിട്ടാ വന്നേക്കുന്നത്. അപ്പൊ എനിക്ക് നിലയും വിലയൊന്നും ഇല്ലേ? ഇല്ലേ? ചെലപ്പോ ടീച്ചറെ അത് കൊള്ളാം. നിങ്ങൾ വല്ലവന്റെ പറമ്പിലെ പപ്പായം തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളുടെ മക്കൾക്ക് ഈ ഭക്ഷണം കൊടുക്കുന്നത്. ചുമ്മാ അല്ല എന്റെ കൊച്ചു ഇതുപോലെ ക്ഷീണിച്ചിരിക്കുന്നത്. നോക്കുന്നു നോക്കട്ടെ. അതായത് ഞങ്ങൾ സർക്കാരിൽ നിന്ന് തരുന്ന ഫണ്ട് നിങ്ങൾ അടിച്ചു മാറ്റുവാ. വൃത്തിയോടെ പറയരുത്. പിന്നെന്താ? ഞങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ് ഈ പിള്ളേർക്ക് ഇങ്ങനെ ഫുഡ് കിട്ടുന്നത്. അത് ഞങ്ങൾ സർക്കാരിൽ തരുന്ന ഫണ്ട് എന്ത് ചെയ്യുന്നത്? അതെ, സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്ന തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ്. അതിൽ പിള്ളേർക്ക് പാല് കൊടുക്കണം, മുട്ട കൊടുക്കണം. ഇവിടുന്നൊക്കെ പൈസക്ക് ഞങ്ങൾ എവിടെ പോകും? അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഞങ്ങളെല്ലാം അധ്യാപകരാണ്. ജയിലിൽ കിടക്കുന്നവർക്ക് ഇറച്ചി മീനും എല്ലാം, പിള്ളേർക്ക് കഞ്ഞിയും പയറും. അത് എവിടെ ആയവാ? എന്നിട്ട് ഞങ്ങളുടെ വിലയും നിലയും ഒക്കെ മറന്നിട്ട് ഏതെങ്കിലും പറമ്പിൽ പോയിട്ട് കുറച്ച് തേങ്ങയോ പപ്പായോ ഒക്കെ കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ ഇത് പിള്ളേർക്ക് വെച്ചു കൊടുക്കും. ഞങ്ങൾ പഠിപ്പിക്കുകയും വേണം, ഇതും ചെയ്യണം. ഇത് എവിടെ തന്നെ ആയവാ? നമ്മളൊന്നും പറയുന്നില്ല. ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യം. സാർ ഇതൊന്നും പറഞ്ഞോണ്ടിരിക്കാത്ത. സാറ് പോയിട്ട് ഉച്ചക്കുള്ള ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ റെഡിയാക്കും. ഒരു ആയ വെക്കുന്ന കാര്യം എന്തെങ്കിലും. എന്റെ പൊന്ന് സാറേ, എന്നെ വെറുതെ ടെൻഷൻ അടിച്ചിട്ടല്ലേ. ശരി.